ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളൊരു 2-3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ ഒന്ന് വീഡിയോ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് പുതിയ ഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലീനിങ്ങും റിപ്പോർട്ടിങ്ങും ഒക്കെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 700 റുപ്പീസ് വരുന്ന അഗ്ലോണിമയുടെ കോംബോ സെറ്റാണ്. സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. സിംഗിൾ പ്ലാന്റ്സിന് റേറ്റ് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. DDDC സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാന്റ്സ് കൊറിയർ അയച്ചു കൊടുക്കുന്നത്. ബൾക്കാണെങ്കിൽ KSRTC റെയിൽവേ പാഴ്സൽ സർവീസ് അവൈലബിൾ ആണ്. പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ്. നമ്മുടെ ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തി എന്ന സ്ഥലത്താണ്. ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണവരൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ നമുക്ക് ലോഡ് വന്ന പ്ലാന്റ്സ് ഞാനിപ്പോൾ സെയിലിനായിട്ട് ഇട്ടിട്ടില്ല. അതൊന്ന് കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ക്ലൈമറ്റിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സിൻ്റെ സൈസും അതുപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആക്കിയിട്ട് ഞാൻ യൂട്യൂബിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ദിവസമൊക്കെ അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ നമുക്ക് വയനാട്ടിലേക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് DDDC അയക്കാൻ നമ്മൾ കൊണ്ടു കൊടുത്തപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ അവിടെ ക്ലോസ്ഡാണ്, എടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സിൻ്റെ എല്ലാ കൊറിയറും ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് ഒരു കസ്റ്റമർ അവർക്ക് അവിടെ ഇഷ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മാത്രം അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഓർഡേഴ്സ് ഞാൻ മൺഡേ അയക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വിളിച്ച് നോക്കിയപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും സേഫാണ്. പക്ഷെ അവിടെ മൊത്തത്തിൽ ക്ലോസ്ഡാണ്. അപ്പോൾ അവിടെ സർവീസൊന്നും നടത്തണില്ല. അപ്പോൾ നല്ല മഴയാണ്, എല്ലാവരും സേഫായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലാന്റ്സ് ആയാലും നമ്മളെത്ര മെയിൻറ്റെയിൻ ചെയ്തിട്ടും ചിലപ്പോൾ അത് ഡാമേജ് ആവും, അല്ലെങ്കിൽ വാട്ടർ ലെവൽ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ജസ്റ്റ് തുവാലടിച്ചാൽ തന്നെ ഇപ്പോൾ പ്ലാന്റ്സ് കണ്ടമാനം ചീച്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യുക. നമുക്ക് ഇന്നത്തെ കോംബോ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 5 പ്ലാന്റ് 700 റുപ്പീസിനാണ് ഇന്ന് സെയിൽ ചെയ്തിരുന്നത്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. DDDC ആണെങ്കിൽ മിനിമം CC വരുന്നത് 700 ആണ്, 17 ആണ്. പക്ഷേ ഹോം ഡെലിവറി എല്ലായിടത്തും പോസിബിൾ അല്ല. ഇന്ത്യ പോസ്റ്റ് ആണ് കറക്റ്റായിട്ട് ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത്. ഡെലിവറി വിത്തിൻ 3-4 ഡേയ്സാണ് പിടിക്കുന്നത്. DDDC ആണെങ്കിൽ എല്ലാ ജില്ലകളിലേക്കും ഒരു ദിവസം കൊണ്ട് തന്നെ പോസിബിളാണ്. പക്ഷേ ഹോം ഡെലിവറി എല്ലായിടത്തും കറക്റ്റ് പിൻകോഡിൽ എല്ലായിടത്തും പോസിബിൾ അല്ല. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റത്തെ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. സീഡ്ലിങ്സ് അല്ല, എന്നാൽ അത്ര വലിയ പ്ലാന്റും അല്ല. പലതും പല സൈസ് വരുന്ന പ്ലാന്റ്സാണ്. നമ്മൾ വിത്തൗട്ട് പോട്ടാണ് നമ്മൾ പ്ലാന്റ്സ് കൊറിയർ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ വെറൈറ്റി പിങ്ക് പന്തിരാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവില്ല. ഇത് സീഡ്ലിംഗ് അല്ല, എന്നാൽ അത്ര വലിയ പ്ലാന്റും അല്ല. ഇതൊരു ചെറിയ പോട്ടിലിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന് ഗ്രോത്ത് വരും. ഇത് വന്നിരിക്കുന്നത് പിങ്ക് പന്തീറിൻ്റെ ഒരു പ്ലാന്റാണ്. അത് അത്യാവശ്യം നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ചില ലീഫ് ഫുള്ള് പിങ്ക് ഷെയ്ഡ് കയറിയിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതിവിടെ അടുത്തൊരു ഡബിൾ ഷൂട്ടല്ല, ഒരു സ്റ്റെമ്മിനാണ് അടുത്തൊരു ഷൂട്ട് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് റൈസ് നേരാൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് ബിഗ് റോയാണ്. ഇത് അത്യാവശ്യം കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടിയും സൈസ് ഉണ്ട്. പിന്നെ അടുത്ത വെറൈറ്റി ഇത് പിങ്ക് സ്ലാഷാണ്. ഇതും അടുത്തൊരു 2 സ്റ്റെമ്പുമാണ് വന്നിരിക്കുന്നത്. ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് 700 ആണ്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. ഇതാണ് രണ്ടാമത്തെ കോംബോ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ ഒരു കോംബോയിൽ വൈറ്റ് അജ്മെൻ്റ് ഒരു പ്ലാന്റാണ്. ഇത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പ്ലാന്റാണ്. ഐസ്ബർഗിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്.
ഇതിപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും റൂട്ട് എന്തെങ്കിലും ഡാമേജ് ആണ്, അല്ലെങ്കിൽ റൂട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല മഴ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എത്ര കെയർ തന്നെ മടിയിൽ ചീച്ചിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പ്ലാന്റ്സ് നമ്മൾ റൂട്ട് കുറവാണെന്നും നമ്മൾ ഈ പൊളിക്കുന്ന ടൈമിൽ, അതായത് പാക്ക് ചെയ്യുന്ന ടൈമിൽ കാണാമെന്നുണ്ടെങ്കിൽ ചില കസ്റ്റമേഴ്സിനെ സെപ്പറേറ്റ് ഞാൻ വേറെ പ്ലാന്റ് വെച്ചിട്ട് ഞാൻ ഫോട്ടോ അയച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ചിലപ്പോൾ നമ്മൾ പ്ലാന്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ചിലർ ലീഫിൻ്റെ എണ്ണം നോക്കിയിരിക്കേണ്ടത്, അതായത് ഇത്ര പ്ലാന്റുള്ള ലീഫാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പാക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയാം. പിന്നെ ഇതിൽ വെച്ചിരിക്കുന്ന അടുത്തൊരു പ്ലാന്റ്, ഇത് പിങ്ക് സ്വാഡിൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. പിന്നെ ഇത് ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ്. ഇത് നേരെ ലീഫാണ് വരുന്നത്, റൗണ്ടല്ല. അത്യാവശ്യം നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ വരുന്നത് സ്റ്റാർഡസ്റ്റിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. റെഡ് ഷെയ്ഡ് കയറി വരുന്നതേ ഉള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 700 rupees, 700 രൂപ 5 പ്ലാന്റ്. ഇതാണ് സെക്കൻഡ് കോംബോ. ഇതാണ് അടുത്ത കോംബോ. ഇത് ട്രൈ കളറിൻ്റെ ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. പിന്നെ വരുന്നത് റൂബി ബാത്തിക്കിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതാണ് സൈസ്. ഇത് നമ്മുടെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിന് കയറി വരുന്നത്. എലീൻ്റെ പ്ലാന്റ് ആണ്. മിൽക്കി വൈറ്റ് അല്ല, എലീനാണ്. പ്യുവർ വൈറ്റ് അല്ല, പിങ്ക് ഷെയ്ഡാണ് ഇരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് പിങ്ക് പന്തീറിൻ്റെ ഒരു പ്ലാന്റ് ആണ്. ഇത് ഗ്രീൻ ലജസിയാണ്, ഡബിൾ ഷൂട്ടാണ്. ഇതാണ് തേർഡ് കോംബോ. 700 rupees. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. ഇതാണ് ലാസ്റ്റത്തെ കോംബോ. ഇതിലും ഒരു ലജസിയുടെ പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ബിഗ് റോയ് ആണ്, നല്ല വലിയ പ്ലാന്റ് ആണ്. ബിഗ് റോയ് വാലന്റൈൻ്റെ പ്ലാന്റ്. നമ്മൾ മുന്നത്തെ ഒരു കോംബോയിൽ വെച്ചിരുന്ന ഒരു ലൈറ്റ് റോസാണ്. ഇത് നല്ല ഡാർക്ക് പിങ്ക് വരുന്നതാണ്. അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഇതിൽ ചൈന റെഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. പിങ്ക് അറോറയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. പോട്ട് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കൊറിയർ അയക്കുന്നതായിരിക്കും. 5 പ്ലാന്റ് 700 rupees. ഇന്നത്തെ കോമ്പോയിൽ നമ്മൾ 4 സെറ്റ് അഗ്ലോണിമ പ്ലാന്റ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.